ഗാർഹസ്ഥ്യത്തിലേക്കാണ് നിങ്ങൾ തിരിയുന്നതെങ്കിൽ ഗുരുവിന് ദക്ഷിണയെല്ലാം കൊടുത്ത് ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞ് ഉത്തമമായ പ്രജാതന്തുവിന് വേണ്ടി വിവാഹത്തെ കഴിക്കുമ്പോൾ അതിൽ വിവാഹമെന്ന സംസ്കാരത്തിൽ പ്രധാനമാണ് ഈ പറഞ്ഞതല്ല. അപ്പം ആദ്യം ഇത് പഠിക്കുമ്പോൾ, ഇതിൻ്റെ അന്തരംഗ സാധന പഠിക്കുമ്പോൾ, ഞാൻ ബ്രഹ്മചര്യത്തിന് വ്രതനിഷ്ഠയോടുകൂടി ഉപനയനം കഴിഞ്ഞിരിക്കുന്നു എന്നാദ്യം അങ്ങ് സങ്കല്പിക്കുക. എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ മനസ്സിലൊന്ന് രൂപപ്പെടുത്തുക. കഴിഞ്ഞ വിവാഹത്തെ ഇപ്പോൾ പുതുതായി ഈ സങ്കല്പത്തിലാക്കുന്നു എന്ന് വിചാരിക്കുക, ഭാവന ചെയ്യുക. ഇനി അതൊക്കെ വഴിയുള്ളൂ, അല്ലാതെ വേറെ പോയി ഇനി ഉടനെ കഴിക്കരുത്. അപ്പം അങ്ങനെ മനസ്സിനെ ആ സങ്കല്പ തലങ്ങളിലേക്ക് ഉയർത്തിയിട്ട് ദാനാദിധർമ്മങ്ങളോടുകൂടി ഗൃഹസ്ഥാശ്രമത്തെ പവിത്രമായി ചെയ്യുക. ഗൃഹസ്ഥന്മാർ, ഗാർഹസ്ഥ്യം കഴിഞ്ഞവർ, ചെവിക്ക് താഴെ നര വന്നവർ, കർണമൂലത്തിലേക്ക് നര വന്നാൽ കുടുംബം മക്കളെ ഏൽപ്പിക്കുക. കുടീചകനായി അതിനടുത്തൊരു കുടിയുണ്ടാക്കിയോ, അതൊരു ചെലവാണ് എന്ന് തോന്നുന്നുവെങ്കിൽ വീട്ടിലെ ഒരു മുറി മാത്രമായോ സ്വാധ്യായ പ്രവചനാദികളോടുകൂടി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കുക. കാലത്തിനനുസരിച്ച് കുട്ടികൾ ജീവിക്കുമ്പോൾ അവർ വന്ന് ചോദിക്കുമെങ്കിൽ കാലാതീതങ്ങളായ സത്യങ്ങളെ മാത്രം പറഞ്ഞു കൊടുക്കുക. കാലത്ത് ചെയ്യുന്നത് നമുക്കറിയേണ്ടതല്ല, നമ്മുടെ വാസനയ്ക്ക് യോഗ്യമല്ല. മനസ്സിലായില്ല? അതവർ ചെയ്യുന്നതാണ് ശരി. സ്മൃതി ഓരോ തലമുറയിലും മാറുമെന്നുള്ളത് കൊണ്ട് എൻ്റെ തലമുറയിലെ സ്മാർത്ഥഭാവങ്ങൾ അടുത്ത തലമുറയിലില്ല എന്നറിഞ്ഞ് ആ തലമുറയ്ക്കായി അത് വിട്ട് ശ്രൗത നിയമങ്ങളെ മാത്രം പാലിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുക. അല്ലാത്തത് ഇന്നത്തെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാവില്ല കുഞ്ഞുങ്ങളെ, അത് നിങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ ശരിയെന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മനസ്സു ശാന്തമാവും. ഇന്നലെ ജീവിച്ചിരുന്ന ഒരാളിൻ്റെ ശരിയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളിൻ്റെ ശരിയും ജീവിത രംഗത്ത് രണ്ടാണ്. ഇന്നലെ അയാൾ അനുവർത്തിച്ച കാര്യങ്ങളുടെ പിന്നിലെ കാരുണ്യം, സ്നേഹം, വാത്സല്യം മുതലായ വികാരങ്ങളും ഇന്നൊരാൾ ചെയ്യുമ്പോഴുള്ള കാരുണ്യം, വാത്സല്യം മുതലായ വികാരങ്ങളും ഒന്നാണ്. കരുണ അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ല? വാത്സല്യം അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. സ്നേഹം അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. സത്യം അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. ഋതം അന്നും ഇന്നും ഒന്നാണ്. എന്നാൽ കർമ്മ ഇന്ദ്രിയങ്ങൾ കർമ്മത്തിൽ പ്രവർത്തിക്കുമ്പോൾ വേണ്ടിവരുന്ന കാലിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ അന്നും ഇന്നും ഒന്നല്ല. അന്ന് നടന്നുപോയി പഠിക്കാനേ പറ്റൂ. ഇന്ന് നടന്നുപോയാൽ പഠിക്കാൻ പറ്റില്ല. അപ്പം ഞാനന്ന് നടന്നാ പോയത്, നീ എന്താ ഇന്ന് നടന്നു പോകാത്തത്? മോനെ, ഞാനന്ന് നടന്നാ പോയത്, ഇന്നും നടക്കുകയാണ് എനിക്ക് സുഖം. നീ നടക്കണ്ട, വണ്ടിയെ പോയാൽ മതി. ഞാനന്ന് നടന്നു പോകുമ്പോൾ ഞാൻ വേർത്തൊലിച്ചാ ചെന്നിരുന്നത്. അവിടുന്ന് വരുന്ന കുട്ടിയും വേർത്തൊലിച്ചാ വന്നിരുന്നത്. എൻ്റെ വേർപ്പും അവൻ്റെ വേർപ്പും ഒക്കെ ഒന്നിച്ചുള്ളവ പഠിക്കാനൊരു സുഖമാണ്. നീ ഇന്ന് നടന്നു ചെന്നാൽ അവിടെയുള്ള കുട്ടികളൊക്കെ വേർക്കാതെയാണ് വന്നിരിക്കുന്നത്. നീ മാത്രമായി വേർക്കുമ്പോൾ അവർക്ക് അലോസരമുണ്ടാവുകയും നിന്നെ അവർ കുറ്റപ്പെടുത്തുകയും വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടി വരുന്ന നിനക്ക് പഠിക്കാൻ ശ്രദ്ധ കിട്ടില്ല, അവർക്കും ശ്രദ്ധ കിട്ടില്ല. നീ അതുകൊണ്ട് നടന്നുകൂടാ. നീ ഞാൻ പണ്ട് നടന്നതിൻ്റെ പേരിൽ നടക്കാൻ ഒരുങ്ങിയാലും നിന്നെ നടക്കാൻ ഞാൻ വിടില്ല. നല്ല അച്ഛനാകാനാണ് ഇത് പഠിക്കുന്നത്, പിന്നല്ലാതെ. ഇത് വിസ്തൃതമായി കാണാൻ, ശ്രുതിയെയും സ്മൃതിയെയും വേർതിരിച്ച് കാണാൻ, കാലികവും കാലാതീതവുമായ സത്യങ്ങളെ വേർതിരിച്ച് കാണാൻ, കാലികമായതിൽ കാലാതീതത്തെ സംയോജിപ്പിക്കുവാൻ, കാലിക സത്യങ്ങളിൽ നിന്ന് കാലാതീതങ്ങളായ ഔന്നത്യങ്ങളിലേക്ക് മനസ്സിനെ വളർത്തിയെടുക്കുവാൻ ഒക്കെ ആചാര്യന്മാർക്കും അച്ഛനമ്മമാർക്കും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക?